ഓണാവധിയുടെ ഭാഗമായി ടൂറിസ്റ്റ് ബോട്ടുകളിൽ പരിശോധന കർശനമാക്കി തുറമുഖ വകുപ്പ്. മലപ്പുറം ജില്ലയിൽ പ്രവർത്തിക്കുന്ന ടൂറിസ്റ്റ് ബോട്ടുകളിൽ ഓണാവധിയോടനുബന്ധിച്ച് തിരക്കുകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ ബോട്ടുകളിൽ പരിശോധന കർശനമാക്കി തുറമുഖ വകുപ്പ്. പൊന്നാനിയിൽ ലൈസൻസുള്ള 10 ബോട്ടുകളാണ് സർവീസ് നടത്തുന്നത്. എന്നാൽ ഈ ബോട്ടുകൾക്കൊന്നും ജെട്ടി ലൈസൻസ് ഫീസ് അടക്കാതെയാണ് സർവീസ് നടത്തുന്നത്. വെള്ളിയാഴ്ച നടത്തിയ പരിശോധനയിൽ ഫീസ് കുടിശ്ശിക വരുത്തിയവരെന്ന് കണ്ടെത്തിയ ബോട്ടുടമകളോട് ഫീസ് അടച്ച ശേഷം സർവീസ് നടത്തിയാൽ മതിയെന്ന നിർദ്ദേശമാണ് നൽകിയത്. കൂടാതെ ലൈസൻസ് ഉള്ള ജീവനക്കാരുടെ അഭാവവും പരിശോധനയിൽ കണ്ടെത്തി. ബോട്ടിൽ സാധുതയുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, സർവേ സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്, ജീവനക്കാരുടെ ലൈസൻസുകൾ എന്നിവ ഉണ്ടെന്ന് ഉറപ്പുവരുത്തി. ബോട്ടിൽ പ്രവേശിപ്പിക്കാവുന്ന പരമാവധി യാത്രക്കാരുടെ എണ്ണം ബോട്ടിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്നും അധികൃതർ ഉറപ്പുവരുത്തി. നിർദ്ദേശങ്ങൾ ലംഘിച്ച് പ്രവർത്തിക്കുന്ന പക്ഷം ബോട്ടുകൾ പിടിച്ചെടുക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾക്ക് ബോട്ടുടമയും സ്രാങ്ക് മാസ്റ്റർ എന്നിവർ വിധേയരായിരിക്കുമെന്നും നിർദ്ദേശം നൽകി. ബോട്ടുകളിൽ സഞ്ചരിക്കാവുന്ന പരമാവധി യാത്രക്കാരുടെ എണ്ണം യാത്രക്കാർക്ക് കാണും വിധം ബോട്ടിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്നും അതിൽ കൂടുതൽ യാത്രക്കാരുമായി സർവീസ് നടത്തുന്ന ബോട്ടുകളിൽ യാത്രക്കാർ പ്രവേശിക്കരുതെന്നും അത് അപകടത്തിന് സാധ്യത കൂടുതലാണെന്നും ബോട്ട് ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ യാത്രക്കാർ അനുസരിക്കേണ്ടതാണെന്നും യാത്രക്കാർ അവരുടെ സുരക്ഷയ്ക്കായി ലൈഫ് ജാക്കറ്റ് ധരിക്കണമെന്നും കർശന നിർദ്ദേശം നൽകി. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.